15 വർഷം മുൻപ് നിർമ്മിച്ച യക്ഷഗാന കലാകേന്ദ്രത്തിനായി ചെലവഴിച്ച മുഴുവൻ പണവും സർക്കാർ നൽകിയില്ല എന്ന് പരാതി ഉയർന്നിരിക്കുന്നു. നിർമ്മാണ സമയത്ത് നിർമ്മാണ കമ്മിറ്റി കൺവീനറായിരുന്ന അനന്തപയ്യയുടെ ഭാര്യയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. 2010 കുമ്പളം മുജുങ്കാവിൽ യക്ഷഗാന കലാകേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. യക്ഷഗാന കലാരൂപത്തെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള പഠന പരിശീലന കേന്ദ്രം, ഗവേഷണത്തിനുപയോഗിക്കാവുന്ന ലൈബ്രറി, യക്ഷഗാന പരിപാടികൾക്കായുള്ള ഹാൾ എന്നിവയായിരുന്നു കലാകേന്ദ്രം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഈ കെട്ടിട നിർമ്മാണത്തിനായി രൂപീകരിച്ച സമിതിയുടെ കൺവീനറായിരുന്നു കുമ്പള സ്വദേശി അനന്തപൈ. 40 ലക്ഷത്തിലധികം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കെട്ടിടത്തിന് നിർമ്മാണം ആരംഭിച്ചപ്പോൾ സർക്കാർ ആദ്യ ഗഡുവായി 20 ലക്ഷം രൂപ നൽകി. കെട്ടിട നിർമ്മാണം ആദ്യഘട്ടം പൂർത്തിയായി. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് എത്തിയതോടെ സർക്കാർ ഫണ്ട് നിലച്ചു. സിമന്റ് ഉൾപ്പെടെ വാങ്ങിയ കടകളിൽ നിന്ന് നൽകാനുള്ള പണം ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ കൺവീനറായിരുന്ന അനന്തപൈ മഞ്ചേശ്വരം MLA ഉറപ്പിനെ തുടർന്ന് സ്വന്തം ഭൂമി വിറ്റ് കടം വീട്ടി. ഇതിനിടെ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അനന്തപൈ മരിച്ചു. പിന്നീട് സർക്കാർ ഫണ്ട് ലഭിച്ചില്ലെന്നും നിലവിൽ 12 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നുമാണ് അനന്തപൈയുടെ കുടുംബത്തിൻ്റെ പരാതി. അനന്തപൈയുടെ ഭാര്യ വിനോദിനി പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവും ഹൈക്കോടതിയും കുടുംബത്തിന് അനുകൂലമായി ഉത്തരവിറക്കി. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ട്രഷറിയിൽ നിന്ന് പണം അനുവദിക്കുന്നില്ലെന്ന് മകൻ സുധീർ പൈ. കോടതിയിൽ നിന്ന് നമുക്ക് പൈസ തരാൻ ഓർഡർ ആയിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞിട്ട് ഇതുവരെ അത് പൈസ നമുക്ക് തന്നിട്ടില്ല. എക്സ്പെൻഡിച്ചർ വൗച്ചർ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അത് ഓപ്പൺ വാല്യുവേഷൻ ആയിട്ട് എടുത്തതാണ്. PWDയും നിർമ്മിതിയും വാല്യുവേഷൻ എടുത്തിട്ടാണ് ആ പൈസ 5,03,000 രൂപ തരാൻ ഓർഡർ ആയത്. തുളുനാടിൻ്റെ യക്ഷഗാന കുലപതി പാർത്തി സുബ്ബയുടെ സ്മരണയ്ക്കായി പണിത കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പരിപാലിക്കാൻ കുമ്പള പഞ്ചായത്ത് തയ്യാറാവുന്നില്ലെന്ന സങ്കടവും ഈ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. 24 കാസർഗോഡ്.